ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, പ്രതിഷേധം എങ്ങനെയാണ് അവിടെ തുടരുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന് തന്നെ വേണം പറയാൻ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മേനക ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധമാണ് അതിപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ തൊട്ട് മുൻപിൽ വെച്ച പോലീസ് തടഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയിച്ചതിനെ തുടർന്ന്, അത്തരത്തിൽ മുൻകൂട്ടിയുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വലിയ സന്നാഹത്തോടുകൂടി പോലീസ് എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ വെച്ച ഈ ഒരു പ്രതിഷേധം തടയുകയും അതൊരു വലിയ ഒരു സംഘർഷത്തിലേക്ക് അടക്കം പോവുകയും ചെയ്യുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡിന്റെ ഒരു ഭാഗം അടർന്നിട്ടുണ്ട്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വളരെ ശക്തമായി തന്നെ അവർ ബാരിക്കേഡുകൾ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും മേനക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ ചെറിയ രീതിയിലൊന്ന് ശാന്തരായിട്ടുണ്ട്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് മദ്യത്തിന്റെ നികുതി ഇളവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഒരു ഭാഗമായാണ് ഇപ്പോഴും എറണാകുളം കരയന്നൂർ താലൂക്ക് ഓഫീസിലേക്കുള്ള മാർച്ച് കൂടി നടക്കുന്നത്. വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെയും പ്രതിഷേധം ഉണ്ടായിരുന്നു, ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എറണാകുളം താലൂക്ക് ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാർച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് നിലവിൽ തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഉള്ളിലേക്ക് ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കമെന്ന് പറയുന്നത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റിലെ നിർദ്ദേശത്തിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.